രാജ്യത്തെ രാജ്ഭവനുകൾ ലോക് ഭവനുകളായി മാറുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ രാജ്ഭവൻ ഇന്ന് പുതിയ പേര് സ്വീകരിക്കും. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കി സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം കൂടുതൽ പ്രത്യക്ഷമാക്കാനാണ് NDA സർക്കാരിന്റെ ഈ റീബ്രാൻഡിംഗ്. കൊളോണിയൽ പൈതൃകം പേറുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുടനീളമുള്ള ഗവർണർമാരുടെ വസതികളുടെ നാമം രാജ്ഭവനിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറ്റാനുള്ള വിജ്ഞാപനമിറക്കിയത്. കഴിഞ്ഞ വർഷം നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നോട്ട് വെച്ച ആശയമാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇങ്ങനെയൊരു പേരുമാറ്റം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. നിലവിൽ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളുടെ പേര് രാജ്നിവാസിൽ നിന്നും ലോക് നിവാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പേരുമാറ്റിന് പിന്നിൽ പ്രധാനമായി പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പേരായിരിക്കണം ഈ ഒരു ഇത്തരം വസതികൾക്കടക്കം നൽകേണ്ടത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഭവൻ എന്നത് ഒരു കൊളോണിയൽ പദമാണെന്നും ലോക് ഭവൻ അതായത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസതി എന്നായിരിക്കണം പേരെന്ന് ഈ ഒരു ഗവർണർമാരുടെ അടക്കമുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനമായും ഇപ്പോൾ പേരുമാറ്റവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരള ഗവർണർ ഇതുമായി സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി കേരളത്തിലെയും പേര് മാറും. അതായത് രാജ്ഭവൻ എന്നിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറി ലോക് ഭവൻ കേരള എന്ന പേര് നമ്മുടെ ഗവർണറുടെ വസതിക്ക് സ്വീകരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു പേരുമാറ്റ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അസമിലും മറ്റും കഴിഞ്ഞ ദിവസം ഈ ഒരു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. തുടർന്ന് വരുന്ന മാസങ്ങളിലും ഈ പേരുമാറ്റം വരുന്നതോടുകൂടി രാജ്ഭവൻ എന്നത് ഓർമ്മയാകും. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.